എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി ചില്ലി ചിക്കനും അതിൻ്റെ കൂട്ടത്തിൽ നല്ല നെയ്ച്ചോറുമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മളൊരു ചില്ലി സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 30ഓളം വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടായാലും ഇങ്ങനെ വേവിച്ചെടുത്താലും പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതേപോലെ തിളച്ച വെള്ളത്തിലിട്ട് ഈ മുളകൊന്ന് വേവിച്ചെടുത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കും. മുളകൊക്കെ വെന്ത് ദണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം പിന്നെ ഇതാണ്ട് ഇതേപോലെ മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചില്ലി ചിക്കൻ റെഡിയാക്കാം. ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലോട്ട് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ചിക്കൻ വറുത്തെടുക്കുമ്പോൾ ഒരു നല്ല കളറിന് വേണ്ടിയാണ് നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നല്ലൊരു ബാറ്റർ തയ്യാറാക്കുക. ഒരുപാട് ലൂസായി പോകല്. വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ടൊരു കട്ടിയായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കുക. അതുകൊണ്ട് ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ വറക്കുവാണ്. ഇപ്പോൾ ഒരു പാനിനകത്തോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. ഒരുപാട് സമയം ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 4 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഇതൊന്ന് റെഡി ആയിട്ടിരിക്കും. ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടും. എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കിട്ടുകയും ചെയ്യും. അകം നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും നമുക്ക് ഇത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതൂടെ വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പോർഷൻ വറക്കുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല റെഡിയാക്കണം. ചില്ലി ചിക്കനുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു 3 സവോള ഇതേപോലെ അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇച്ചിരി മല്ലിയില. വെളുത്തുള്ളി ഞാൻ അരിയാത്തത് എടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ ചില്ലി ചിക്കനിൽ അങ്ങനെ തന്നെ ഇടുന്നത്. അപ്പം ഞാൻ ഫ്രൈങ് പാനിലോട്ട് നമ്മൾ വറക്കുന്നതിനകത്ത് നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, മല്ലിയില എല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഇപ്പം സവോളയും ഒക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കും. ക്യാപ്സിക്കവും സവോളയൊന്നും ഒരുപാട് അങ്ങ് വേവണ്ട, ഒരുപാട് കുക്ക് ആവണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറിയാൽ മാത്രം മതി. അപ്പോൾ സവോളയും ക്യാപ്സിക്കവും ഒന്ന് വാടിയതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മൾ വറുക്കുന്ന ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ്
ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ എണ്ണയിലൊന്ന് ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറടം വരെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഈ ചില്ലി സോസിൽ ഇതേപോലെ എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം ഇതിനകത്തോട്ടൊരു 4 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർക്കുന്നുണ്ട്. ഇവിടെ അത്ര തന്നെ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്, 4 ടേബിൾ സ്പൂണോളം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ സോസൊക്കെ ചേർക്കാൻ വേണ്ടി. പിന്നെ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. നമ്മൾ നല്ല എരിവുള്ള വറ്റൽമുളകാണ് ഇതിനകത്ത് അരച്ച് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില്ലി സോസ് ഞാൻ 1 ടേബിൾ സ്പൂണോളെ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ മസാല ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വറുത്ത് ഒരുപാട് നേരം വെക്കരുത്. അപ്പോൾ ഒരു ചിക്കൻ ലാസ്റ്റ് ഇപ്പം വറക്കുന്നതിൻ്റെ ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേക്കിന് തന്നെ നമ്മൾ ഈ മസാലകൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചില്ലി ചിക്കൻ. അപ്പം ഇതിനകത്ത് കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് ഗ്രേവി കിട്ടും. പിന്നെ ഈ മസാലയും ഈ സോസും എല്ലാം നമ്മുടെ ഈ ചിക്കനിലോട്ടൊന്ന് പിടിക്കുകയും വേണം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ നമ്മൾ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. അത്രേ ആവശ്യമുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ചില്ലി ചിക്കൻ റെഡി. പിന്നെ സ്പ്രിംഗ് ഓണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ മല്ലിയില ഉള്ളായിരുന്നു, ഞാൻ അതുകൊണ്ട് മല്ലിയില ഇട്ടിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ കിട്ടുന്നവരുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഇട്ടാൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവറാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി ചിക്കൻ. വളരെ ഈസിയാണ്. അപ്പോൾ ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഗീ റൈസ് റെഡിയാക്കാം. ഗീ റൈസിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് കൈമ റൈസാണ്. 2 കപ്പ് കൈമ റൈസ് ഏകദേശം 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് എടുത്തത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ അരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ഏകദേശം 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് സ്പൈസസ് ആണ്. എല്ലാ സ്പൈസസും എടുത്തിട്ടുണ്ട്. ഏലക്ക, ഗ്രാമ്പൂ, പട്ട എല്ലാം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം പെരിഞ്ജീരകമുണ്ട്. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, തക്കോലം എല്ലാം ഉണ്ട്. അതിട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ 1 സവോള അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോള ഇതേപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്തിട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അരിയിലെ വെള്ളമെല്ലാം വറ്റി നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ നോർമൽ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഈ കണക്ക് അറിയാത്തവർ നമ്മൾ ഈ അരി ഇട്ടിട്ട് അതിൻ്റെ മേളിൽ 1 ഇഞ്ച് മേളിൽ വെള്ളം നിന്നേച്ചാൽ മതി. അപ്പം നമ്മൾ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു പകുതി വേവാകുമ്പോഴത്തേക്കിന് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നൊന്ന് ഇളക്കി വെക്കണം. അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്. പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്ച്ചോറിലെ
വെള്ളമെല്ലാം വറ്റി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഇതേപോലെ അടച്ചു വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ചോറിനകത്തോട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു അരമുറി ക്യാരറ്റ് തന്നെ ഇതേപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ നല്ല ഗോൾഡൻ കളറോൾ വറുത്ത സവോള, പിന്നെ വറുത്ത ഉണക്കമുന്തിരി, അപ്പം പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് കിട്ടും. ഇതേപോലുള്ള നല്ല കട്ടിയുള്ള ദോശക്കല്ലിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഗീ റൈസ് ദം ചെയ്യാൻ വെച്ചേക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ അതാണ്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഗീ റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ 2 റെസിപ്പിയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളി കോംബോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലത്തെ അടിപൊളി റെസിപ്പിയായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അങ്ങനെ ഈ 2 റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.